ാകട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ സജീവച്ചൻ, ഷജിയച്ചൻ, വിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ അനുഗ്രഹീത ദേവാലയത്തിൽ ഇന്ന് ആഗതനാകുവാനും നിങ്ങളോട് ചേർന്ന ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഒരുമിച്ച് ആയിരിക്കുവാനും പരിശുദ്ധമായ പെന്തക്കോസ്തി ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും തക്കവണ്ണം ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഡിസിപ്ലിൻ ഷുഡ് ബി നീഡഡ് ഫോർ ഡിസൈബിൾഷിപ്പ് എന്ന് പറയാറുണ്ട്. യേശുക്രിസ്തുവിന്റെ ഡിസൈബിൾഷിപ്പിലേക്ക്, ശിഷ്യത്വത്തിലേക്ക് വരണമെങ്കിൽ ശിക്ഷണം, ഡിസിപ്ലിൻ ഉണ്ടായേ മതിയാവും. പെന്തക്കോസ്തിയുടെ സർവീസിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ലിറ്റർജിക്കൽ ഇയറിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സാങ്ക്ടിഫിക്കേഷൻ, ഡെയിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഈ 3 തലങ്ങളിലൂടെ ഉള്ള ഒരു ഗ്രോത്ത് ആണല്ലോ. ഈ അനുഗ്രഹകരമായ സാധ്യതകളിൽ പ്രവേശിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെയാണ് അതിന് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ, we are baptized in the name of the Father and of the Son and of the Holy Spirit. ആ ബാപ്റ്റിസത്തിലൂടെ, പരിശുദ്ധമായ മാമോദിസ കുദാശയിലൂടെ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ളവരാണ്. ഈ പെന്തക്കോസ്തിയുടെ സർവീസിൽ പിന്നെ എന്താണ് ലഭ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ളതായ പരിശുദ്ധാത്മാവിനെ പ്രോജ്വലിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. വീണ്ടും സ്വീകരിക്കുകയല്ല, മറിച്ച് ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ പ്രോജ്വലിപ്പിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധനായ പൗലോസ്ലീഹ 1 Corinthians chapter 3 verse 16 ഇപ്രകാരം പറയുന്നത്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെൽസ് ഇൻ യു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതിനെ പ്രോജ്വലിപ്പിക്കുക, പുതുക്കുക, റിന്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കരണീയമായ ആധ്യാത്മിക ജീവിതത്തിന്റെ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് എന്ന് സാധാരണ പറയാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുമ്പോഴാണ്, പേഴ്സോണിഫൈ ചെയ്യുമ്പോഴാണ്, പേഴ്സണലൈസ് ചെയ്യുമ്പോഴാണ് ക്രിസ്ത്യാനിറ്റിയെ അതൊരു വേ ഓഫ് ലൈഫ് എന്ന് കണ്ടെത്തുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നത്. എ ക്രിസ്ത്യൻ തിയോളജിയൻ once said, during the time of miseries, during the time of temptation and struggles and sufferings, the shortest distance between a problem and its solution is the distance between your knees and the floor. One who kneels to the Lord can stand up to anything. ദൈവം മുമ്പാകെ മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരുവനും ഏതൊരു പ്രതിസന്ധിയും ഏതൊരു ക്രൈസിസിനെയും ഓവർകം ചെയ്യുവാനായിട്ട് സാധ്യമാണ്. അതുകൊണ്ട് ഈ തിയോളജിയൻ പറയുന്നു, സോ യു ജസ്റ്റ് പുഷ്. പുഷ് എന്നും പുള്ളെന്നും പറഞ്ഞാൽ നമുക്കറിയാം. പുഷ് മീൻസ് PUSH. പുഷ് ഹിയർ മീൻസ് pray until something happens. That is push. Pray until something happens. ഇവിടെ ഡിസൈപ്പിൾഷിപ്പ് യേശുക്രിസ്തുവിന്റെ മാതാവിനോട്, സെയിന്റ് മേരിയോട് ചേർന്ന് ആ വലിയ ക്രൗഡിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ഹോളി സ്പിരിറ്റിനെ റിസീവ് ചെയ്യുവാനായിട്ട് ഗ്യാദർ ചെയ്തിരിക്കുന്ന ഇടത്ത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ്. പ്രാർത്ഥനാപൂർവമായ സാധ്യതകളിലേക്കാണ് അവർ ഒരുമിച്ച് ചേർന്ന് ആയിരിക്കുന്നത്. We can see during the time of ancestors, especially during the time of Abraham, Isaac and Jacob, they had no email. Nowadays we know, everyone know the importance of email. Ancestors had no email, but they had a mail, that is knee mail. ദൈവം മുമ്പാകെ മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹകരമായ സാധ്യതകളിൽ they were related with God, Yahweh. അവരുടെ എല്ലാ ജീവിതത്തിന്റെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ കൂടി കടന്നു പോകുവാനായിട്ട് അവർക്ക് സാധ്യമാണ്. ഇവിടെ ഈ ഗോസ്പൽ പാസേജിൽ നമ്മൾ കണ്ടു, ജീസസ് ക്രൈസ്റ്റ് said, abide in me and I will abide in you.
നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും. അതാണ് ജീവിതത്തിന്റെ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ക്രിസ്തുവിനോടുകൂടെ കൂടെ വസിക്കുക. ബി വിത്ത് ഗോഡ്, ബി വിത്ത് ജീസസ് ക്രൈസ്റ്റ്. റെസ്പോൺസിബിലിറ്റി എന്നുള്ള വാക്ക്, അതിനൊരു അബ്രിവേഷൻ ഇങ്ങനെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റെസ്പോണ്ട്, ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി. ഡിസൈപ്പിൾസ് ക്രിസ്തുവിന്റെ ജീവിത മാതൃകയോട്, വിഷനോട്, അവരുടെ ദൗത്യത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പെന്തക്കോസ്തിയുടെ ഡേക്ക് ശേഷം പിന്നീട് അവര് മറ്റു സൊസൈറ്റിയിലേക്ക്, സോഷ്യൽ ലൈഫിലേക്ക്, മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തകർന്നിരിക്കുന്നവരെ, തളർന്നിരിക്കുന്നവരെ, തനിച്ചിരിക്കുന്നവരെ ചേർത്ത് അണയ്ക്കുവാൻ, അവർക്ക് ഹീലിംഗ് നൽകുവാൻ, അവരെ കംഫർട്ട് ചെയ്യുവാനായിട്ട് ഈ ഡിസൈപ്പിൾഷിപ്പിന് സാധ്യമായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഫാമിലി എന്നുള്ളതിന് സാധാരണ പറയുന്ന ഒരു എക്സ്പാൻഷൻ നമുക്കറിയാം. ഫാദർ ആൻഡ് മദർ ഇൻ ലവിംഗ് യോക്ക്. മക്കൾ പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കും. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു, ദാറ്റ് ഈസ് ഫാമിലി. ഇത് ജീവിതത്തിൽ ചില സന്ദേശങ്ങൾ നമ്മുടെ മുമ്പാകെ നൽകുന്നുമുണ്ട്. ഇന്ന് ഫാമിലി ലൈഫ് നമ്മൾ അനലൈസ് ചെയ്താൽ, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകള് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരുമിച്ച് ജീവിക്കുവാൻ, ഒരുമിച്ച് വസിക്കുവാൻ, ഒന്നു ചേർന്ന് ആയിരിക്കുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. Father Patrick Patton said once during the time of World War, അദ്ദേഹം കത്തോലിക്ക സഭയിലെ വിശ്വാസികളുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഉന്നമനത്തെ കണ്ടുകൊണ്ട് വേൾഡ് വാറിന് ശേഷം അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ അനലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തി: The family that prays together stays together. I think ഇത് തിരിച്ചാണ്, റിവേഴ്സ് ഓർഡറിലാണ് പറയേണ്ടത് എന്ന്. The family that stays together prays together. അത് അങ്ങനെയല്ലേ പറയേണ്ടത്. ഒരുമിച്ച് സ്റ്റേ ചെയ്യുവാനായിട്ട്, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഒരുമിച്ച് സ്റ്റേ ചെയ്തേ മതിയാവുകയുള്ളൂ. ഇന്ന് ഹസ്ബൻഡ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ മെയിലിനെ ഒന്ന് കൺസിഡർ ചെയ്താൽ, ഇവരെ എല്ലാവരെയും ഒന്ന് പരിശോധിച്ചാൽ ഞാൻ ഉൾപ്പെടെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് സാധാരണ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് വൈഫിന് വേണ്ട ഫാമിലി ലൈഫിൽ വൈഫൈ മതി എന്ന്. വൈഫിന് വേണ്ട വൈഫൈ മതി എന്ന്. അത് ചില ഹസ്ബൻഡ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അപ്രോച്ച് ടുവേർഡ്സ് ഫാമിലി ലൈഫ്, ടുവേർഡ്സ് വൈഫിനെ നമ്മൾ അനലൈസ് ചെയ്താൽ ഏതാണത് ഏറെക്കുറെ ശരിയാണെന്ന് തോന്നിപ്പോകാറുമുണ്ട്. നാട്ടിൽ അടുത്ത സമയത്ത് ഫാമിലി ലൈഫിനെ കുറിച്ചുള്ള ഒരു സർവേ വിവിധ ഏജ് ഗ്രൂപ്പിന്റെ ഇടയിൽ നടത്തിയപ്പോൾ, ജസ്റ്റ് മാരീഡ് കപ്പിളിന്റെ ഇടയിൽ അബൌട്ട് 20 ആ ഏജിലുള്ളവരുടെ ഇടയിൽ വൈഫിനെ കുറിച്ചുള്ള അവരുടെ കോൺസെപ്റ്റ് എന്താ എന്ന് ചോദിച്ചപ്പോൾ അവര് ആ അനാലിസിസിൽ, സർവേയിൽ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. അവരെ അബൌട്ട് 20 ഏജിലുള്ള ആ ഏജ് ഗ്രൂപ്പിൽ അവര് പറയുകയാണ്, ജസ്റ്റ് മാരീഡ് കപ്പിളാണ്, ലൈഫിനെ കുറിച്ച് എന്തെന്ന് അവർക്കറിയില്ല. അവരതുകൊണ്ട് പറഞ്ഞു, വൈഫ് മീൻസ് വണ്ടർഫുൾ ഇൻസ്ട്രുമെന്റ് ഫോർ എൻജോയ്മെന്റ്, ദാറ്റ് ഈസ് വൈഫ്. എന്നാൽ അബൌട്ട് 40 ഏജ്, മിഡിൽ ഏജിലുള്ളവരുടെ ആ ഒരു സർവേയിൽ അവര് പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്: ബിക്കോസ് ഓഫ് their personal experience they said worries invited forever, that is why. And next, above 60, almost finished എന്ന് വേണമെങ്കിൽ നാട്ടിലുള്ളവരെ 60ക്ക് മേളിലായാൽ ഏജ്ഡായി എന്ന് സ്വയം തോന്നുന്ന ഒരു കാലഘട്ടമാണല്ലോ. അബവ് 60ക്ക് മേളിൽ ഉള്ള ആളുകളുടെ ഏജ് ഗ്രൂപ്പിൽ ഈ സർവേ അനാലിസിസ് നടത്തിയപ്പോൾ അവര് പറയുന്നത് എങ്ങനെയാണ്? അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും അവർക്ക് ഇപ്പോൾ കൺവിൻസ്ഡ് ആയിട്ട് അവർ പറയുന്നു, വൈഫ് ഈസ് എ നൈഫ് ദാറ്റ് കിൽസ് ലൈഫ്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇതൊരു പക്ഷേ വാസ്തവമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ വൈഫ് മീൻസ് സ്യൂട്ടബിൾ പാർട്ണറാണ്. വൈഫ് സ്യൂട്ടബിൾ പാർട്ണറായിട്ട് ദൈവമാണ് നമുക്ക് നൽകിയത് എന്ന് ഓർക്കുമ്പോൾ വൈഫ് മീൻസ് വണ്ടർഫുൾ ഇമേജ് ഫോർ ഇറ്റേണിറ്റി, ദാറ്റ് ഈസ് വൈ. അത് മറന്നു പോകരുത്. കുടുംബ ബന്ധങ്ങളെ ശക്തീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ പുതുക്കുവാൻ ദൈവം നൽകിയിട്ടുള്ള സാധ്യതകൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തേ മതിയാവും. If Christ is kept outside, something must be wrong inside.
അത് കൺവിൻസ്ഡായേ തീരുകയുള്ളൂ. ഞാനും നിങ്ങളും ഓർച്ചു വെക്കണം, ഈഗോ ക്ലാഷ് ആണ് ഇന്ന് ഫാമിലി ലൈഫിനെ ബ്രേക്ക് ചെയ്ത് കളയുന്നത്, നമ്മളെ നശിപ്പിച്ച് കളയുന്നത്, കുടുംബ ജീവിതം മുഴുവൻ തകർച്ചു കളയുന്നത്. ഈഗോ മീൻസ് എഡ്ജിങ് ഗോഡ് ഔട്ട്. ദാറ്റ് ഈസ് ഈഗോ. ഈഗോ മീൻസ് എഡ്ജിങ് ഗോഡ് ഔട്ട്. ദൈവത്തെ എവിടെ പുറന്തള്ളുന്നുവോ, പുറത്തു കളയുന്നുവോ, അവിടെ ഈഗോ ഉണ്ടാകുന്നു. ഞാൻ എന്നുള്ള ഭാവം, സെൽഫ് സെന്റേഡ് ആയിട്ട് ഞാനും നിങ്ങളും മാറുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകും, സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഇല്ലാതെ ആയി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഓർച്ചു വയ്ക്കുക, സോഷ്യൽ മീഡിയ ധാരാളം നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഓർക്കൂട്ടിൽ കയറിയാൽ അത് ഓർക്കാപ്പുറത്തെ കൂട്ടാണ് എന്ന് സാധാരണ പറയാറുണ്ട്. ഫേസ്ലെസ് ബന്ധങ്ങൾ നൽകുന്ന ഫേസ്ബുക്ക് റിലേഷൻഷിപ്പ് അതും നമ്മുടെ ഇടയിൽ ധാരാളമായിട്ടുണ്ട്. പണ്ട് ചാറ്റിങ്, അതിപ്പോൾ ചീറ്റിങ്ങിലേക്ക് ആയി തീർന്നിട്ടുണ്ട്. വാട്സാപ്പ് അത് യൂസ് ചെയ്താൽ പലരും അതിന്റെ യൂസ് കൂടുതലായിട്ട് ആപ്പിലായി പോകുന്നുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതം ഗോഡ് സെന്റേഡ് ആയി മാറുവാൻ, ഫാമിലി ലൈഫ് പ്രയർഫുൾ ആയി തീരുവാൻ, ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹകരമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി മുന്നേറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധമായ പെന്തക്കോസ്തി പെരുന്നാൾ അതിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.